കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഷാഫി ഡിസിസി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെ 8 UDF നേതാക്കൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 692 പേർക്കെതിരെയുമാണ് പോലീസ് കേസ്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ. LDF പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഷബീർ ഉമർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷബീർ, വലിയ പ്രകോപനം ഇരുഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നിച്ചപ്പോഴാണോ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്? ആ സമയം അവിടെ എന്താണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിന് ശേഷം സംഭവിച്ചത്? അതിന്റെ എന്തെല്ലാം തെളിവുകൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിലും ഇനി കാണാത്ത ദൃശ്യങ്ങൾക്കുമൊക്കെ ഉണ്ട്. ഷാഫിക്ക് എങ്ങനെയാണ് പരിക്കേറ്റെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയുള്ള വിവരം വരുന്നുണ്ടോ ഷബീർ? സൈഫുദ്ദീൻ തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു സംഘർഷാവസ്ഥ പേരാമ്പ്രയിൽ ഇന്നലെ വൈകിട്ട് ഉടലെടുത്തിരുന്നു. അതായത് ആദ്യം CPM പ്രകടനം നടത്തുന്നു. ഇവർ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിനകത്ത് സംഘടിക്കുന്നു. ഇതിന് പിന്നാലെയാണ് UDFന്റെ പ്രകടനം വരുന്നത്. UDFന്റെ പ്രകടനം ഈ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞതോടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ പ്രകടനം പോലീസ് തടഞ്ഞതിൽ UDF പ്രവർത്തകർ പ്രകോപിതരായി പോലീസുമായി വാക്കേറ്റമായി ഉന്തും തള്ളിലേക്കടക്കം കലാശിച്ചു. ഈ സമയത്താണ് ഈ നിലയ്ക്ക് ഒരു സംഘർഷം ഒഴിവാക്കണം എന്ന നിലയ്ക്ക് പോലീസ് ഇരുവിഭാഗത്തെയും ഒഴിവാക്കുന്നതിന് വേണ്ടി ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നത്. ഇതിനിടെ പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. ഈ ഷാഫി പറമ്പിൽ അടക്കം പിന്നീടാണ് അങ്ങോട്ട് എത്തിയത്. അത് ഈ പ്രകടനം തുടങ്ങി പോലീസ് തടഞ്ഞതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ MPയും ഒപ്പം തന്നെ DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഷാഫി പറമ്പിൽ എത്തുന്നു. ഇതേ രീതിയിൽ പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നു, തർക്കമുണ്ടാകുന്നു. ഇതിനിടെ പോലീസിനെതിരെ കല്ലെറിഞ്ഞു എന്നാണ് പോലീസ് FIRൽ തന്നെ പറയുന്നത്. ഷാഫി പറമ്പിൽ MP ഒപ്പം തന്നെ DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ എന്നിവരെ അടക്കം ഉൾപ്പെടുത്തി പോലീസ് ഇപ്പോൾ എടുത്തിട്ടുള്ള കേസിൽ FIRൽ പറയുന്നത് പോലീസിനെതിരെ കല്ലേറുണ്ടായി, കല്ലേറിൽ പോലീസുകാർക്ക് പരിക്കേറ്റു, ഇത്തരത്തിലുള്ള പ്രകോപനമുണ്ടായി. ആ സമയത്താണ് ഷാഫി പറമ്പിലിനെ പരിക്കേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇന്നലെ ആരോപിക്കുന്നത് ബോധപൂർവം ഈ പോലീസുകാർ ഷാഫി പറമ്പിലിനെ മർദ്ദിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തലയ്ക്കും മൂക്കിനും അടക്കം ലാത്തി കൊണ്ട് അടിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഷാഫിയും ഒപ്പം തന്നെ പ്രവീൺ കുമാർ അടക്കമുള്ളവർ ഇതാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിൽ എന്താണ് സംഭവിച്ചതെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. പോലീസ് ഇരുവിഭാഗത്തെയും പിരിച്ചുവിടാനുള്ള ശ്രമം എന്നോണമാണ് ഈ ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിക്കുന്നത്. ടിയർ ഗ്യാസ് പ്രയോഗത്തിലും കോൺഗ്രസ് നേതാക്കൾക്ക് പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. ഇന്നലത്തെ ഷാഫിയുടെ പ്രതികരണത്തിൽ അത് വ്യക്തമാണ്. ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നത് വ്യക്തമാണ്. എന്നാലും മൂക്കിന് പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇപ്പോഴും ICUവിലാണ്. സ്വകാര്യ ആശുപത്രിയിൽ ICUവിലാണ്. അദ്ദേഹത്തെ ഏതാണ്ട് 9 മണിയോടുകൂടി വാർഡിലേക്ക് മാറ്റാനാകും എന്നാണ് ആശുപത്രി അധികൃതർ കരുതുന്നത്. ആ നിലയ്ക്കുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മാത്രമല്ല CPM പ്രവർത്തകർക്കെതിരെയും പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യായവിരോധമായി സംഘം ചേർന്നു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് CPM നേതാക്കളെ അടക്കം ഉൾപ്പെടുത്തി 450ഓളം CPM പ്രവർത്തകർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുള്ളത്.